ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിയമനത്തിലെ 9 സെന്ററുകൾ, ആ 9 സെന്ററുകളുടെ പ്രവർത്തനം വിലയിരുത്തി വളരെ വിശദമായി ഓരോ സെന്ററുകളെ സംബന്ധിച്ചും മെഡിക്കൽ ഓഫീസർമാർ യോഗത്തിൽ വിശദീകരിച്ചു. ഓരോ മെഡിക്കൽ സെന്ററിലെയും സ്റ്റാഫിനെ സംബന്ധിച്ച്, ജീവനക്കാരുടെ എണ്ണത്തെ സംബന്ധിച്ചും കുറവിനെ സംബന്ധിച്ചും വിലയിരുത്തി. സാങ്ഷൻഡ് പോസ്റ്റുകളിൽ ഒഴിഞ്ഞു കിടക്കുന്നവർ നികത്തുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. ബാക്കി പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് സമർപ്പിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ അവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട് ആ പോസ്റ്റുകൾ സാങ്ഷൻ ചെയ്തെടുക്കുന്നതിനുള്ള നടപടികൾ ഊർജിതപ്പെടുത്താനാണ് തീരുമാനം. അതിനപ്പുറത്തേക്ക് ഓരോ പഞ്ചായത്തിലും 5000 പേർക്ക് ഒരു സബ് സെന്റർ എന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക്. അതനുസരിച്ച് ഓരോ പഞ്ചായത്തിലുമുള്ള സബ് സെന്ററുകളെ സംബന്ധിച്ച് കൃത്യമായി വിലയിരുത്തുകയും സ്ഥലവും കെട്ടിടവും സ്വന്തമായി ഇല്ലാത്ത സബ് സെന്ററുകൾക്ക് അടിയന്തരമായി സ്ഥല സൗകര്യവും കെട്ടിടവും നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കൂട്ടായി തീരുമാനിച്ചു. എല്ലാ മേഖലയിലും ഇടപെടുന്ന രീതിയിൽ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ ചർച്ചയാണ് ഉണ്ടായത്. നിർമ്മാണത്തിലിരിക്കുന്ന പത്തനാപുരം താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇൻഗൽ എന്ന ഏജൻസിയാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിഫ്ബിയുടെ ഭാഗമായി ഏറ്റെടുത്തിട്ടുള്ളത്. ഇൻഗലിന്റെ ഉദ്യോഗസ്ഥരും ഇന്നത്തെ യോഗത്തിലുണ്ടായിരുന്നു. എന്നാൽ ഈ ഇൻഗലിന്റെ പ്രാഥമികമായി ഉണ്ടാക്കിയിട്ടുള്ള തുടക്കത്തിൽ അംഗീകരിച്ചു കിട്ടിയ പ്ലാനിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയതായി ഇൻഗലിന്റെ ഉദ്യോഗസ്ഥർ അറിയിക്കുകയുണ്ടായി യോഗത്തിൽ. ഈ വ്യത്യാസം ആരോഗ്യ വകുപ്പുമായി വേണ്ടത്ര ചർച്ച നടത്താതെയാണ് ഈ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് ഇൻഗലിന്റെ ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നിർമ്മാണ പ്രവർത്തനവും അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ വേണ്ടത്ര രീതിയിൽ കൂടിയാലോചനകളില്ലാതെ, അല്ലെ ബന്ധപ്പെട്ട ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്തിനെ ഉൾപ്പെടുത്താതെ DMO ഓഫീസുമായി വേണ്ടത്ര രീതിയിൽ കൺസൾട്ടേഷൻ ഇല്ലാതെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണോ ഇടപെട്ട് അഭിപ്രായം പറയേണ്ടത് ആ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും അവരെ ഉൾപ്പെടുത്തിയും ത്രിതല പഞ്ചായത്തിന്റെ പ്രതിനിധികളെ കൃത്യമായി ഉൾപ്പെടുത്തി, പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രതിനിധികൾ, മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട പ്രസന്റേഷൻ ഇൻഗലിന്റെ ഭാഗത്തുനിന്നുണ്ടാകാനും തുടർന്ന് സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്താനും അതിനുമപ്പുറം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച്, ഡോക്ടർമാരെ സംബന്ധിച്ച് ഇതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് അവരുടെ കൂടി സഹായം തേടുന്നതിനും ഇന്ന് യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഡേറ്റ് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തീയതി തീരുമാനിച്ചുകൊണ്ട് ഈ വർക്ക്ഷോപ്പും തുടർന്ന് സൈറ്റ് വിസിറ്റും ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മുടെ നോഡൽ ഓഫീസർ, ഈ നിയമനത്തിലെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന ഡോക്ടർ തന്നെ വിശദീകരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ഡോക്ടറെ ചുമതല. മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട MLA നേതൃത്വത്തിൽ വളരെ എഫക്റ്റീവ് ആയിട്ടൊരു മീറ്റിംഗ് ആണ് ഇവിടെ വെച്ച് നടന്നിരിക്കുന്നത്. നമ്മളുടെ മണ്ഡലത്തിലെ താലൂക്ക് ആശുപത്രി ഉൾപ്പെടെ 9 ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ ഓഫീസേഴ്സും അതേപോലെ തന്നെ ഫീൽഡ് വിഭാഗത്തിൽപ്പെട്ട HIHSമാർ പങ്കെടുത്തു. വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അവതരിപ്പിക്കുകയും അവരവരുടെ പ്രശ്നങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളെ ബോധിപ്പിക്കുകയും സ്റ്റാഫുകളുടെ സാങ്ഷൻ പോസ്റ്റും വേക്കൻസിയും അല്ലെങ്കിൽ അതിനുള്ള പോരായ്മകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും അതിന് ഉള്ളൊരു നിർദ്ദേശങ്ങൾ
വേണ്ടുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്യപ്പെട്ടു. അതേപോലെ തന്നെ നമ്മളുടെ താലൂക്ക് ആശുപത്രിയുടെ നമ്മളൊരു ഗ്യാപ്പ് അനാലിസിസ്, സ്റ്റാഫുകൾ എത്ര വേണമെന്നുള്ളൊരു ഗ്യാപ്പ് അനാലിസിസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വർക്ക്ഷോപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരടക്കുന്ന ടീം ഉൾപ്പെട്ട ഒരു വർക്ക്ഷോപ്പ് നടത്തി അതിന് വേണ്ടുന്ന ഗ്യാപ്പ് അനാലിസിസ് എത്രയും പെട്ടെന്ന് തന്നെ നടത്താനുള്ളൊരു നിർദ്ദേശവും ഈ കമ്മിറ്റിയിൽ തീരുമാനിച്ചിട്ടുണ്ട്.